ഇതോ? ഏയ് ഇത് കൊള്ളൂല. ഓ, ഇത് നോക്കട്ടെ. ചേച്ചി ഇതും ബോർ. അതിങ്ങടുത്തെ ബ്ലൂ ബ്ലൂ. ഇത് സൂപ്പർ. ഒന്ന് ട്രൈ ചെയ്തേ. വേറെ എന്തൊക്കെ കളറുണ്ട്? എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. യെല്ലോയിൽ 40 സൈസ് ഉണ്ടോ? ഉണ്ട്. ഇതാ ചെക്ക് പാറ്റേൺ എന്തൊക്കെയുണ്ട്? ഇവിടെയുണ്ട്, കാണിക്കാം. ഇതാ. യെസ്, നീ ആള് സ്മാർട്ടാ മിസ്റ്റർ പയ്യൻസ്. ഇപ്പൊ ചെത്താണ്, പക്ഷെ പോസ് ചെയ്ത് കൊളാക്കരുത്. റിയലി? പാക്കറ്റ് പ്ലീസ്. ശരി മാം. പോവാം. ഇത് വേറൊരു പാറ്റേൺ ആണല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ടടാ, നമുക്ക് പോവാം. പോരാ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഹലോ. യെസ് ഹായ് മീര, a pleasant surprise for you. യെസ്, പറ. എന്താ സർപ്രൈസ്? ഞെട്ടരുത് എങ്കിൽ ഞെട്ടുന്നില്ല. എന്താന്ന് പറ. മീര, just turn and you will see the surprise. ഇവനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? പകൽക്കിനാവിന്റെ സുന്ദരമായ പാലാഴിക്കടവിലായിരിക്കും. എടാ കടവല്ലടാ കടല്, ദുഃഖത്തിന്റെ കര കാണാ കടല്. മീര കാലുവാരിയോന്നൊരു സംശയം. ഏതായാലും എൻട്രൻസ് പൊട്ടി. ഇനിയിപ്പോ വൈദ്യശാസ്ത്രത്തിന്റെ സംഭാവന ആയിക്കോട്ടെ എന്ന് കരുതി കാണും. എന്തോന്ന് സ്വന്തം ബാഡി. പാവം, എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലേ. അലശ്വര പ്രണയത്തിന് ഒരു രക്തസാക്ഷി കൂടി. നന്ദു, ഇവനെന്താ രാത്രി മോഷ്ടിക്കാൻ പോയി? ഹേയ്, വേലി ചാടാൻ പോയതാവും. നന്ദു, എന്തുവാടാ ശല്യം? നിനക്കിപ്പോ എന്താ വേണ്ടത്? വേണ്ടതിപ്പോ നിനക്കാ ഒരല്പം ആത്മസാന്ത്വനം. കൈവിട്ട് പോയല്ലോടാ നിന്റെ കസ്തൂരി മാമ്പഴം. അത് പിന്നെ പോണോല്ലോ. എന്തായിരുന്നു ജാടാ? ഷോപ്പിംഗ്, ജോഗിങ്, ഈവനിങ് വാക്കിംഗ്, ക്ലബും വേണ്ട, പാട്ടും വേണ്ട. ഇതൊരുമാതിരി മറ്റേ അല്ല നട്ട് കളഞ്ഞ അണ്ണാനെ പോലെ. അല്ലെങ്കിൽ തന്നെ കൽക്കട്ട മെട്രോ സിറ്റിയുടെ നമ്മുടെ ഈ പട്ടിക്കാട് എവിടെ? എടാ നന്ദു, കഴുത ഫേഷ്യൽ ചെയ്ത കുതിര ആവില്ലടാ. അത് പിന്നെ റിഹേഴ്സലാ പ്രസിഡന്റ്, നാടക റിഹേഴ്സൽ. വാർഷികേ, ക്ലബിന്റെ വാർഷികം വരില്ലേ? ഞാൻ മറന്നു. ഇത്തവണ നമുക്ക് കലക്കണം. അതെ, പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നാ മതി. കലങ്കോളും അല്ല കലക്കും. അത് പിന്നെ പറയാണ്ടോ? എന്താ നാടകത്തിന്റെ പേര്? അവനോളും പിന്നെ ഞാൻ. അവനും അവളും പിന്നെ ഞാൻ. അപ്പൊ ത്രികോണ പ്രണയാണല്ലേ? പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പ്രശ്നം കുറച്ച് രൂക്ഷായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ആ കുളക്കടവുണ്ടല്ലോ, ഈ പെണ്ണുങ്ങളുടെ അവിടെയുള്ള അഭ്യാസം അതങ്ങോട്ട് നിർത്തി വെക്കാണ് ആയുരാരോഗ്യത്തിന് നല്ലത്. ഉണ്ണിക്കണ്ണന്മാരെ കയ്യോടെ പിടികൂടാൻ വനിതാ പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് മഫ്റ്റിയിൽ. അതെ, ഈ വർഷത്തെ ഫണ്ടിന്റെ കാര്യത്തിലൊരു മീനുമോളെ എവിടെ പോയതാ? എന്റെ പഴയ വീട്ടിലേക്കൊന്ന് പോയി. കാണണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. I'm ഗൗതം, കൽക്കട്ടയിലാ. അവിടെ ഞങ്ങൾ ഒരേ സ്ഥലത്താ താമസം. അപ്പോ രാഘവ നമ്പ്യാരുടെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടാ. പിന്നെ സ്കൂളിലും കോളേജിലും എന്റെ സീനിയർ ആയിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ്സിലാ. ഗൗതം, ഇത് BK. ഈ നാട്ടിലെ കരയോഗം തൊട്ട് എല്ലാ സംഘടനകളുടെയും പ്രസിഡന്റാ. പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമൂർത്തി. ആളൊരു VIP യാ. ഈ കുട്ടി വെറുതെ കൂട്ടി പറയാ. ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ. ഗൗതം, മീറ്റ് മൈ ഫ്രണ്ട്സ്. ഇത് ബോബൻ, ഹായ്. ഗിരി, ഹായ്. ഗോപൻ, ഹായ്. രാധ. നന്ദു, കം ഓൺ നന്ദു. ഹായ്. ഹലോ. നന്ദു മേനോൻ. ഇത് നമ്മുടെ റോങ് നമ്പർ അല്ലേ? പരിചയപ്പെട്ട മീര മറന്നോ? ഐ റിമെമ്പർ യു വെരി വെൽ. എൻട്രൻസ് പൊട്ടിയ കക്ഷി അല്ലേ? ഓ, അത് ഞാൻ മറന്നു. ഞങ്ങള് തിക് ഫ്രണ്ട്സാ ഗൗതം. അല്ലടാ? അപ്പോ നാട്ടിലെവിടെ വീട്? മലയാളം നല്ല വശണ്ടേ? ചെർപ്പളശ്ശേരി.
നാട് വിട്ട് എവിടെ പോയാലും സ്വന്തം ഭാഷ മറക്കില്ല. വേറിവിടെയല്ലേ, ഉം. ഞാൻ കുറച്ച് തിരക്കില്ല. ഓക്കെ, ക്യാച്ച് യു ലേറ്റർ ഗൈസ്. ആ ഓ. റോങ് നമ്പർ പോട്ടോ. ചിയറപ്പ് മാൻ. തൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ശരിയെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ആ കാണാം. അങ്ങനെ ആവട്ടെ. എന്താ ഒരു ആഢ്യത്വം, എന്താ ഒരു വിനയം. ആൺകുട്ടികളായ ഇങ്ങനെ ഇരിക്കണം. യോഗ്യന കണ്ടാലറിയാം. ഏയ് പോരാ, വെറും സ്റ്റൈൽ. ആ എടാ നമ്മുടെ നാടകത്തിന്റെ റിഹേഴ്സൽ. ഓ ശരി, അത് കിടക്കട്ടെ. ഞാനും വൈകിയല്ലോ. ഞാൻ ആകെ പ്രശ്നത്തിലാണ് നീതു. എന്താ നന്ദു? നീതുനറിയോ, ഒരു ലവ് ലെറ്റർ വായിച്ചിട്ട് മാസങ്ങളായി, ഒരു മധുര വാക്ക് കേട്ടിട്ട് യുഗങ്ങളായി. ഹോ, മടുത്തു, ജീവിതമേ മടുത്തു. ഏകാന്തമായ രാത്രിയിൽ ഒരു നോക്ക് കണ്ടിരിക്കാൻ കയ്യിൽ വെച്ചിരുന്ന നീതുവിന്റെ ഫോട്ടോകൾ പോലും ചിലർ തട്ടിയെടുത്തു. ഗൂഢാലോചന, ഭീകര ഗൂഢാലോചന. നന്ദു വാ പോവാം. 1 മിനിറ്റ് പ്ലീസ് നീതു, ഒരു ലവ് ലെറ്റർ തരൂ. അതെന്റെ ജീവിതത്തിൽ വീഴുന്ന കുളിർമഴയായിരിക്കും. ഒരിക്കൽ ദാഹജലം. ഇത് ഏത് മെഗയിലെ ഡയലോഗാ നന്ദു? ഡയലോഗോ? ഇവന്റെ ആത്മാവിന്റെ രോദനമാണ്. അസത്യം. ഹേയ്, വരുന്നുണ്ടോ നീ? ഛേ, എന്താ മീര ഇത്? മാനേഴ്സ് വേണ്ടേ മാനേഴ്സ്? മനുഷ്യൻ കാര്യമായിട്ട് സംസാരിച്ചുകൊടുക്കുമ്പോഴാണ്. മീര പൊക്കോളൂ. സീ യു. നീതു, നിന്റെ ഒരു മാനസ് നടക്കടാ. ഏയ്, എന്നെ വിടൂ മീര. ഒരാളെ See you, ഞാൻ നീതു. പറഞ്ഞു. See you, ദിവ്യ. നാളെ കാണാം, ഇതേ സ്ഥലം ഇതേ സമയം. Bye. ബൈ. ഛീ, വണ്ടി എടുക്കടാ, പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയ എങ്ങോട്ടെങ്കിലും. വണ്ടി എടുക്കടാ. ആ ഓക്കേ. ഓക്കെ. ഏയ് നിർത്ത. നിർത്താനല്ലേ പറഞ്ഞ. ഓക്കേ ഓക്കേ. എന്റെ അമ്മേ, ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇനി നിന്റെ കൂടെ ഇല്ല. വീണ് വല്ലതും പറ്റിയ യു റെക്ലെസ്. ആരോടാ നിനക്ക് ഇത്ര ദേഷ്യം? ഓ സോറി. സോറിയടാ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വാ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഏതാടാ അമ്പലനടയിലെ പൈങ്കിളികൾ? ലൈനാ? അതിലാരാ? രണ്ടുപേരും. നീ പാഞ്ചാലനാ? ഹായ്, നല്ല പേര് പാഞ്ചാലൻ. പക്ഷെ 3 പേരും കൂടി സംഘടിപ്പിക്കണത് മാത്രം. എനിക്കത്ര തമാശ തോന്നില്ല. ഐ ആം സീരിയസ്. അതൊന്നും വേണ്ടടാ. എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യ വന്ന്. ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കലും കൊഞ്ചിലും കുഴയലും ചീപ്പാ. എനിക്കതത്ര ചീപ്പായിട്ട് തോന്നിയില്ല. മനുഷ്യരായ ഇതൊക്കെ പതിവാ. ആയിരിക്കാം. പക്ഷെ എന്തോ എനിക്ക് കണ്ടപ്പോ കലി വന്നു. എന്തോ ഒരു എന്താടാ? എനിക്ക് കൽക്കത്ത മടുത്തു. ഹായ്, ഹലോ, നൈസ് ടു മീറ്റ് യു, ബൈ ബൈ, തീർന്നു. തൊലിപ്പുറമെ തട്ടിപ്പോകുന്ന വെറും ഹലോ. എനിക്കിവിടെ കഴിഞ്ഞാൽ മതി. കുന്നിൻ പുറത്തൊരു കൊച്ചു വീട്, അതിലൊരുപാട് കുട്ടികള്, അധ്വാനിച്ച് വേർത്തൊലിച്ച് വരുന്ന കണവൻ. അതാരായിരിക്കും? ഏത്? ഈ കണവൻ. അതോ? അത് ഹായ് മീര. ഹായ് റോങ് നമ്പർ. ഹായ് ഗൗതം, എന്താ ഇവിടെ? നിന്നെ തിരക്കി വരികയായിരുന്നു. വീട്ടിൽ കാണുമെന്ന് കരുതി. ഐ എം ജസ്റ്റ് പാസിംഗ് ബൈ. ഒരു പ്ലസന്റ് സർപ്രൈസ് യു ആർ ഹിയർ. ഇവിടെ റേഞ്ച് ഇല്ല? ഉണ്ടല്ലോ. വേർ ഇസ് യുവർ സെൽ? ഞാനത് എടുക്കാൻ. ഞാനൊന്ന് ഫ്രീയാ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഫ്രീ ടൈം. വാ, നമുക്കൊന്ന് ചുറ്റിയടിക്കാം. വാണ്ടറിങ് ഹിയർ ആൻഡ് ദെയർ. അതിനിടയിൽ നമുക്കെല്ലാം തീരുമാനിക്കാമല്ലോ. ഞാൻ ഇപ്പോ സോറി മാൻ, ഞാൻ തൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നു. യു ഓക്കെ? ലെറ്റ്സ് ഗോ. സീ യു റോങ് നമ്പർ. കമൺ മീര.